ശിവരാത്രിക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന മേലെച്ചെരുവ് ഡാൻസ് പ്രഭയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് BRS പ്രഭയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഇത് കാണുവാൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കാണിക്കുന്നത് BRS പ്രഭയാണ്. ഇതൊരു ഡാൻസ് പ്രോഗ്രാം ആണ്. ഈ ഡാൻസ് ചെയ്യുന്നവർ തെലുഗു സിനിമയിലെ നായകന്മാരുടെ കൂടി ഡാൻസ് ചെയ്യുന്നവരും ഉണ്ട്. ഇവര് തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെയും പല പ്രധാന നഗരങ്ങളിൽ നിന്നും വന്നവരാണ്. ഇവര് വളരെ മനോഹരമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ഈ ഡാൻസ് പെർഫോമൻസ് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ കാണുന്ന പ്രഭ, ഇതിന് എന്റർടൈൻമെന്റ് പ്രഭ എന്ന് പറയുന്നു. ഇതിന്റെ ഒരുക്കം ഏകദേശം 1 മാസം എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ജനങ്ങൾ ഇവിടെ വരിക മാത്രമല്ല, ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളിലെ വീടുകളിൽ താമസിച്ച് 5 ദിവസവും ഇവിടുത്തെ പ്രോഗ്രാം കാണുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് അടുത്ത പ്രഭയിലേക്കാണ്. റോഡ് മുഴുവനും ബ്ലോക്ക് ആയതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ അല്പം പ്രയാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത പ്രഭയിലെത്തി. ഇതിന്റെ പേര് റെഡ്ഡീസ് പ്രഭ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രഭയെന്നും പറയും. ഇവിടെയും ഭയങ്കര തിരക്കാണ്. തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നും 10,000-കണക്കിന് ജനം ഈ പ്രഭ കാണുവാൻ എത്തിയിരിക്കുന്നു. ഇവിടെയും നമുക്ക് ഇതിന്റെ പിന്നിൽ കാണാം എന്റർടൈൻമെന്റ് പ്രഭ. ഇതിന്റെ ഒറിജിനൽ പ്രഭ ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ വന്ന കാണികളും നന്നായി എൻജോയ് ചെയ്യുന്നു. ഇവിടെയുള്ള ജനങ്ങളും ആ ഡാൻസിന് കൂടെ അവരും താളം പിടിക്കുന്നു. ഈ കാണുന്നതാണ് മേലെച്ചെരുവ് പഞ്ചായത്ത്. ഇവിടെ ഒരു കുട്ടി ഐസ്ക്രീം തിന്നുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവനും ഭയങ്കര നാണമാകുന്നു. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് യാദവ് പ്രഭയാണ്. ഇത് 3ാമത്തെ പ്രഭയാണ്. മൊത്തം 5 പ്രഭയാണ് ഉള്ളത്. ഇങ്ങനെ ചെയ്യുവാൻ കാരണം 10,000-കണക്കിന് ജനങ്ങൾക്ക് ഒന്നിച്ചു കാണുവാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെയും 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുവാണ്. അവർ ഒരു ഡാൻസ് കുറച്ച് കണ്ട് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശിവരാത്രി 5 ദിവസം ആഘോഷിക്കുന്നു.
പ്രോഗ്രാം ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാം ഉണ്ടോ എന്നറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇനി 2-ാം ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.